രാത്രി കിടന്നപ്പം തോന്നിയതാണ് രാവിലെ മാമ്പഴപ്പുട്ട് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ രാവിലെ പണി തുടങ്ങി. മാങ്ങ നല്ലതുപോലെ കഴുകി പുട്ടിനാവശ്യമായ അരിപ്പൊടി ഒരു പാത്രത്തിലും മാറ്റിവെച്ചു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാട്ടുമാങ്ങയാണ്. അതിന്റെ തൊലി കളഞ്ഞെടുക്കണം. എന്റെ സാറേ, അതിന്റെ ആ ഒരു മണം! നാട്ടുമാങ്ങയും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇനി പുട്ടിനാവശ്യത്തിനായി ഉപ്പിടുക. എന്നിട്ട് നല്ലതുപോലെ മാങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കുക. ഞാൻ 4-5 മാങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് മാങ്ങ എടുക്കാം. ഇനി അരിപ്പൊടി നല്ലതുപോലെ കുഴച്ചെടുക്കുക. മറ്റൊരു മാങ്ങ എടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. തേങ്ങ നേരത്തെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ആ ജോലി എളുപ്പമായി. എന്നെപ്പോലെ തേങ്ങ ചുരണ്ടാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇനിയാണ് നമ്മുടെ മെയിൻ പണി, കോലിട്ട് കുത്തി തള്ളുന്ന പരിപാടി. ആദ്യം കുറച്ച് തേങ്ങയിട്ട് ആവശ്യത്തിന് മാങ്ങയും കുഴിച്ചു വെച്ച അരിപ്പൊടിയും ഇട്ട് തിളച്ചിരിക്കുന്ന കുടത്തിലേക്ക് കുറ്റി വെച്ച് കഴിഞ്ഞാൽ പണി തീർന്നു. വെറുതെ അല്ല നമ്മുടെ അമ്മമാർക്ക് ഈ പുട്ടുണ്ടാക്കാൻ ഇത്ര ഇഷ്ടം. കുറ്റിയിൽ നിന്ന് കാറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നേരെ പാത്രത്തിലേക്ക് തട്ടാം. ഹാവ്, ആ ഒരു മണം! ക്യാമറ കണ്ടാൽ അപ്പോൾ നെഞ്ചുവിരിക്കുന്ന എന്റെ കുണുവാവയ്ക്ക് തന്നെ ആദ്യം കൊടുക്കാം. പുട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിക്കും, എന്റെ കെട്ടിയവനെ പോലെ. അപ്പൊ ടാറ്റാ.